കളമശ്ശേരി HMDക്ക് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് ജീർണിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണ്? ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചത്. നാളെ ഇവിടെ ഒരാളെ കൊന്നുകൊണ്ടിട്ടാൽ എന്തു പറയും? എത്ര മൃതശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകും? കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടേതല്ലെങ്കിൽ ആരുടേതാണ്? ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിനിടെ മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ പോകാൻ അനുവദിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഗുരുതര വീഴ്ചയെന്നാരോപിച്ച് മകൻ രംഗത്തെത്തി. ഇന്നലെയാണ് കളമശ്ശേരി HMDക്ക് എതിർവശത്തെ ചതുപ്പിൽ നിന്നും സൂരജ് ലാമയുടേത് എന്ന് സംശയിക്കുന്ന മൃതദേഹം ലഭിച്ചത്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ മകൻ സാന്റൻ ലാമ കൊച്ചിയിലെത്തി. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി വിശദവിവരങ്ങൾ അറിഞ്ഞ ശേഷമാണ് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സാന്റൻ ലാമ ഉന്നയിച്ചത്. ആശുപത്രി രേഖകളിൽ ആദ്യം അജ്ഞാതൻ എന്നായിരുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ സൂരജ് ലാമ എന്ന് മാറ്റി. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ആശുപത്രി അധികൃതർ പോകാൻ അനുവദിച്ചെന്നും സാന്റൻ ആരോപിച്ചു. പരിശോധന നടത്തിയ സ്ഥലത്തിന് അടുത്തുനിന്നാണ് മൃതദേഹം കിട്ടിയതെന്നും പിതാവിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന ആവശ്യമാണെന്നും സാന്റൻ ലാമ വ്യക്തമാക്കി. ലാമ ധരിച്ചിരുന്നതിന് സമാനമായ വസ്ത്രം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. If it is just a body which is just wearing shorts, based on only that, it's not even DNA, it's not even blood sample, nothing. Only with shorts they have confirmed that it is his body. Sir, my next step is DNA. I need to find out, is this person really my dad? If it is, I don't want anything. All of them can go to hell. Go burn, go die, I don't care. അതേസമയം സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയതായും പരിശോധനകൾ നടക്കുന്നുവെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി പോലീസിനെതിരെ ഉന്നയിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് വിമർശനം ഉന്നയിച്ചത്. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന സ്ഥലത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത്. 5 പേരെയെങ്കിലും ഇത്തരത്തിൽ നഗരത്തിൽ കാണാതായിട്ടുണ്ട്. അതിനാൽ നഗരത്തിൽ ഇത്തരമിടങ്ങളിൽ CCTV നിരീക്ഷണം അനിവാര്യമാണെന്നും കോടതി വ്യക്തമാക്കി. നാളെ ആരെങ്കിലും ഒരാളെ കൊന്ന് ഇവിടെ കൊണ്ടിട്ടാൽ എന്തു പറയുമെന്നും എത്ര മൃതശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകുമെന്നും കോടതി ചോദിച്ചു. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടേതല്ലെങ്കിൽ ആരുടേതാണെന്ന് അറിയിക്കണം. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വിഷയം വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി. കഴിഞ്ഞ ഒക്ടോബർ 6-നാണ് സൂരജ് ലാമ കൊച്ചി എയർപോർട്ടിൽ വിമാനമിറങ്ങിയത്. കുവൈറ്റിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയായിരുന്ന ലാമയെ കൊച്ചി വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. കുവൈറ്റ് മദ്യദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എങ്ങോട്ട് പോയി എന്ന് പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. News 18 കൊച്ചി.